ഇന്ത്യയുടെ കണ്ണിലെ കരടാണ് യഥാർത്ഥത്തിൽ ദാവൂദ് ഇബ്രാഹിം എന്ന് പറയുന്ന അധോലോക നായകൻ, ഭീകരവാദി, തീവ്രവാദി. അദ്ദേഹത്തെ ഇപ്പോഴും ഔദ്യോഗികപരമായിട്ട് ഇന്ത്യ ഇതുവരെ പിടികൂടിയിട്ടില്ല. കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന വാർത്തകളൊക്കെ പലയിടങ്ങളിൽ നിന്ന് പ്രചരിക്കുന്നുണ്ട്. ഏതാണ്ട് ഇപ്പോൾ 10-72 വയസ്സുണ്ടാവും ദാവൂദ് ഇബ്രാഹിമിന്. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എവിടെയാണ് ദാവൂദ് ഇബ്രാഹിം എന്ന് ഇപ്പോഴും അറിയില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പിടികൂടാനുള്ള സാധ്യതയുണ്ടോ? വരും ദിവസങ്ങളിൽ അദ്ദേഹം പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില പ്രചരണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്. ദാവൂദ് പിടിക്കപ്പെടുമോ അതോ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് പറയുന്നൊരു വാർത്തയായിരിക്കുമോ നമ്മളറിയുക? ദാവൂദ് ഇബ്രാഹിം ശരിക്കും ഇന്ത്യയിൽ ഒരു മിത്ത് പോലെ വളരുന്നത് അധോലോക നായകൻ എന്ന നിലക്ക് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ബോംബെ അധോലോകം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സമസ്ത മേഖലകളെയും പിടിമുറുക്കിയ കാലത്താണ് ആ വാർത്തകളൊക്കെ വരുന്നത്. നമ്മൾ പഴയ സിനിമകളൊക്കെ നമ്മൾ ഹാജി മസ്താനെ പോലെയുള്ള വലിയ വലിയ കള്ളക്കടത്തുകാരുടെ കഥകളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദാവൂദ് ഇബ്രാഹിം ഇതേപോലെ തന്നെ ഒരു അസാധാരണമായിട്ടുള്ള അധോലോക നായകനായിട്ട് ചിത്രീകരിക്കപ്പെടുകയും അദ്ദേഹം ഒരു മിത്ത് പോലെ ആവുകയും ചെയ്തു. ആദ്യം അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ഗൾഫിലേക്ക് കടന്നു എന്ന് പറയുന്ന വാർത്തയും പിന്നീട് കുറേ കാലം അദ്ദേഹം പാകിസ്ഥാനിലുണ്ടായിരുന്നു എന്നതും ഇപ്പോൾ പരക്കുന്ന വാർത്തകളിൽ അദ്ദേഹം തുർക്കിയിലെ ഏതോ ഗ്രാമത്തിലാണ് ജീവിക്കുന്നത് എന്നുമാണ്. പല വെർഷൻസ് അതിനെല്ലാം ഉണ്ടെന്നുള്ളത് ശരിയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാനിലെ ഭീകരന്മാരെ കൊല ചെയ്യുന്ന അജ്ഞാതന്മാരുടെ വാർത്ത നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സാധാരണ വരുന്നതാണ്. അതെ, അത് ശരിയുമാണ് പലതും. അജ്ഞാതനിൽ ഒരാൾ ദാവൂദായിരിക്കുമോ? അല്ല, അജ്ഞാതന്മാർ ദാവൂദിനെ കൊലപ്പെടുത്താനും ശ്രമിച്ചിട്ടുണ്ട് എന്നതും അങ്ങനെ വാർത്തകളുണ്ടായിരുന്നു ശരിക്കും. അപ്പോൾ എന്താണ് ദാവൂദ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ ദാവൂദിനെ ഭാവമാറ്റങ്ങളും രൂപമാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. ശരി, ഇന്ത്യയിലെ ചില സിനിമകളിലൊക്കെ അദ്ദേഹത്തെ ചില പ്രത്യേക രൂപങ്ങളിലൊക്കെ ചിത്രീകരിക്കുമ്പോഴും അതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഇതൊരു മിത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ്. ഒരു മിത്തിക്കൽ കൺസെപ്റ്റിലേക്ക് ദാവൂദ് മാറിയതുകൊണ്ടാണ് ഇപ്പോഴും ദാവൂദിനെക്കുറിച്ച് സംസാരിച്ചാൽ അത് കേൾക്കാനായിട്ട് ധാരാളം ആളുകൾ തയ്യാറാകുന്നു. അപ്പോൾ സിനിമയിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കുന്ന സമയത്തും ഈ നമ്മളുടെ അദ്ദേഹം അപ്രത്യക്ഷനായ സമയം മുതൽ 90 മുതലാണ് അദ്ദേഹം അപ്രത്യക്ഷ. മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ ISISന്റെയും അൽഖ്വയ്ദയുടെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് ദാവൂദാണ് അത് ഓപ്പറേറ്റ് ചെയ്തതെന്നാണല്ലോ. അതെ, അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഈ ചിത്രത്തിൻ്റെ ഒരു പുകൾപെറ്റ അവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അത് വെച്ചിട്ടൊരു കാൽക്കുലേഷൻ നടത്തണം. ഇപ്പോൾ 26, 31, അങ്ങനെ 71 എന്നൊക്കെ ഉള്ള കണക്കിലെത്തുകയാണ് ചെയ്യുന്നത് ശരി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടാനിരിക്കുന്നതാണ് നമ്മളെ ഇതിൻ്റെ പിന്നാലെ അന്വേഷണത്തിന് പ്രേരിപ്പിക്കുന്ന ഘടകം. നമ്മൾ ഓരോ വാർത്തയും പുറത്തു നിന്ന് വരുന്ന സമയത്ത് അത് ദാവൂദ് ഇബ്രാഹിമായിട്ട് ബന്ധപ്പെട്ടതാണ് എങ്കിൽ വളരെ വളരെ ആകാംക്ഷയോടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വായിക്കും. ഏറ്റവും ഒടുവിൽ കേട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈ ദുരന്തർ എന്ന് പറയുന്ന സിനിമയിൽ ദാവൂദിനെ വളരെ ബാഡായിട്ടാണ്, മോശപ്പെട്ട രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് ഈ ബെഡ് റിഡനായിട്ട് ഒരു വയസ്സനായിട്ടുള്ളൊരു കഥാപാത്രമായിട്ട്. അപ്പം അതത്ര രസിക്കാത്ത ദാവൂദ് ജീവനോടെ ഉണ്ടെന്ന് അറിയിക്കാനായിട്ട് ഇന്ത്യയിലൊരു ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നു എന്ന് പറയുന്ന ചില രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളൊക്കെ ചില മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തും സംഭവിക്കാം. ഒരുപക്ഷെ ജീവനോടെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് ദാവൂദ് ശ്രമിക്കുമോ? അതോ മാഷി നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാനിലൊക്കെ കൊല്ലപ്പെടുന്ന കുറേയധികം ആളുകളുണ്ട്. അവരെ ആരാണ് കൊന്നതെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ അത്തരത്തിൽ കൊല്ലപ്പെടുന്ന അജ്ഞാതന്മാരിൽ ഒരാളായിട്ട് നേരത്തെ തന്നെ ദാവൂദ് കൊല്ലപ്പെട്ടോ? ഇന്ത്യൻ്റെ ഏറ്റുമുട്ടലിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ദാവൂദുമായി ബന്ധപ്പെട്ടിട്ട് ദുരൂഹത നിലനിൽക്കുകയാണ്. പക്ഷെ ആ ദുരൂഹതയൊന്നും തന്നെ തീർക്കാൻ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കുറച്ചും കൂടി ഇതിനെ കൂടുതൽ ദുരൂഹമാക്കി മാറ്റുന്നത് തുർക്കിയും അതേപോലെ തന്നെ ഇന്ത്യയും തമ്മിലുള്ള
സംഘർഷാത്മകമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അതെ. കാരണം നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന് ശേഷം ഇങ്ങനെ തുർക്കിയെ ഈ രീതിയിൽ ഒക്കെ തിരിക്കുന്നതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ദാവൂദിൻ്റെ എന്ന് പറയുന്ന ഒരു തിയറി തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നിരുന്നു. അപ്പോൾ ഇതിന് രണ്ട് തലങ്ങളാണല്ലോ. ഒന്ന്, യഥാർത്ഥത്തിൽ അദ്ദേഹം എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള പ്രശ്നം. രണ്ടാമത്തത്, അയാൾ മരിച്ചു പോയി കഴിഞ്ഞിട്ടും അത് പുറത്തുവിടാതെ ഗൂഢമായി ആ വാർത്ത മറച്ചു വെച്ച് ഇപ്പോഴും അയാളെ ഒരു മിത്തായിട്ട് ജീവിക്കാൻ അനുവദിക്കുന്ന അവസ്ഥ. നമ്മുടെ ഒരു സുരക്ഷ, നമ്മുടെ IB ആയിക്കോട്ടെ, റോ ആയിക്കോട്ടെ, ഇന്റലിജൻസ് ബ്യൂറോൻ്റെ ഒക്കെ ഒരു വീഴ്ചയായിട്ട് ഇതിനെ വിലയിരുത്തുന്ന ആളുകളുണ്ട്. കാരണം 93 ഒരു ഭീകരാക്രമണം നടത്തി, അതിനു മുമ്പ് വലിയ അധോലോക നായകനായി അറിയപ്പെടുന്ന ഒരാൾ, ഇദ്ദേഹത്തെ പല ക്രൈമുകൾ ചെയ്തിട്ടും ഇപ്പോഴും ഇന്ത്യയുടെ ഒരു ആത്മാഭിമാനത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ദാവൂദിനെ പിടികൂടുക എന്നുള്ളത്, അല്ലെങ്കിൽ ദാവൂദിനെ പിടികൂടി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കേൾക്കുക എന്ന് പറയുന്നത്. അതിന് ഇത്രയും കാലമായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ദാവൂദ്? ഇത്രമാത്രം ശക്തനാണോ ദാവൂദ് എന്നൊക്കെയുള്ള, അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഒരു ഹീറോയിക് ആയിട്ടുള്ള ഒരു പരിവേഷം ലഭിക്കുന്നുണ്ട്. പലരും ഇദ്ദേഹത്തെ ഒരു ഹീറോ ആയിട്ടാണ് കാണുന്നത്. ശരിയാണ്, അത് ഒരു പ്രശ്നം തന്നെയാണ്. കാരണം നമുക്ക് സുകുമാരക്കുറുപ്പിൽ, അതെ, സുകുമാരക്കുറുപ്പ് ഇതേപോലെയാണല്ലോ. അദ്ദേഹത്തെ പിടിക്കാനോ കണ്ടെത്താനോ ഒന്നും കഴിയാതെ വന്നതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ഒരു മിത്തായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. ഇന്നത്തെ ആളുകൾ പറഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിലാവില്ല, പക്ഷെ ദാവൂദിൻ്റെ കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ദാവൂദിനെ കണ്ടെത്തിയില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ദാവൂദ് കൊല്ലപ്പെട്ടപ്പോൾ ദാവൂദാണ് കൊല്ലപ്പെട്ടത് എന്ന് തെളിയിക്കപ്പെടാത്തതുകൊണ്ട് ആ ഒരു ഐഡൻറ്റിറ്റി പ്രോബ്ലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ എല്ലാ ഇൻ്റലിജൻസ് വിങ്ങിനും ഒരു വെല്ലുവിളിയായിട്ട് തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ ഇപ്പോൾ കുറം കൂടി വിസ്തൃതമായിട്ടുള്ള രീതിയിൽ നമ്മളുടെ സംഘങ്ങൾ ഇടപെടുന്നതിൻ്റെ ഫലമായി നമ്മുടെ ജിയോ പൊളിറ്റിക്കൽ അന്തരീക്ഷത്തിന് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മുൻപത്തിനേക്കാൾ കൂടുതലായിട്ടുള്ള മേഖലകളിലേക്ക് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് വിങ്ങുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് പറ്റിയില്ലെങ്കിൽ മൊസാദിനെ പോലെയുള്ള സംഘങ്ങളെ ഏൽപ്പിച്ചാലും അതൊക്കെ ചിലപ്പോൾ കഴിയുമായിരുന്നു. എന്തായാലും ഈ നേരത്തെ ഗൗതം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒറ്റ പോയിൻ്റ് തന്നെ എൻ്റെ കണക്കാക്കുന്നുള്ളൂ. അത് ഇന്ത്യൻ കുറ്റാന്വേഷണ വിദഗ്ധരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇന്ത്യയുടെ പല പ്രമുഖമായിട്ടുള്ള ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം, ദാവൂദ് ഇബ്രാഹിം ജീവനോടെയോ മരിച്ചോ കണ്ടെത്തപ്പെടാത്തത് ഒരു വെല്ലുവിളിയായി തുടരും. അതുകൊണ്ടൊരു പക്ഷേ ഇപ്പോൾ നമ്മളിതൊക്കെ ഇങ്ങനെയൊക്കെ പറയുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ ചിലപ്പോൾ ഇപ്പം നമ്മുടെ സ്വയം വെടിയുതിർത്ത് മരിച്ച വ്യവസായിയായിട്ടുള്ള CJ റോയ്, ഈ CJ റോയ് ദാവൂദിന്റെ ബിനാമിയായിരുന്നു എന്ന് പറയുന്ന ആരോപണം പോലും ഉയരുന്നുണ്ട്. അതായത് ദാവൂദുമായിട്ട് തെറ്റിയതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു പ്രശ്നമാണ് എന്നൊക്കെയുള്ള വിലയിരുത്തലൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം ഓപ്പറേഷൻ ഈ തൂഫാൻ, അതിപ്പം വളരെ സജീവമായിട്ട് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പാൻ ഇന്ത്യൻ ആവാൻ പോവുകയാണ്. കേരളത്തിലല്ല മറ്റ് സംസ്ഥാനങ്ങളിലും പോയി പ്രതിയെ പിടിക്കാം, സോഴ്സുകൾ കണ്ടെത്താം, കേന്ദ്ര സർക്കാരിൻ്റെ കൂടി സഹായമൊക്കെ ഇതിലേക്ക് വരികയാണ്. ഈ ദാവൂദിൻ്റെ ഡി കമ്പനി എന്ന് പറയുന്നത് ബിനാമികളിലൂടെ ഇപ്പോഴും കേരളത്തിലടക്കം നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തിൽ പോലും പല ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് ദാവൂദിന് ഇന്ത്യയുമായിട്ടുള്ള രഹസ്യം കൈമാറാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം സംഗതികൾ ഇതുണ്ട്. നമുക്കറിയാം ഈ ഡി കമ്പനി എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതിലൊക്കെ വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ക്രൈം സിൻഡിക്കേറ്റാണ്. അല്ല, ഇത് വളരെ വികസിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിൽ ഇപ്പോൾ നമ്മൾക്കിവിടെ തൂഫാൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ പാൻ ഇന്ത്യൻ ആകാം, അതേപോലെ പാൻ വേൾഡും ആകാം. അപ്പോൾ ലോകത്തിൻ്റെ എവിടെയും, കാരണം ഇന്നത്തെ ലോകം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ മയക്കുമരുന്ന് കച്ചവടം തന്നെയാണ്. അത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണല്ലോ ഈ വെനിസ്വലയിൽ നിന്ന് അവിടുത്തെ ഭരണാധികാരിയെ ഒരു രാത്രിക്ക് പൊക്കാനായിട്ട് ട്രംപിന് കഴിഞ്ഞത്. ട്രംപ് ലോകത്തോട് പറഞ്ഞ് ഇവൻ മയക്കുമരുന്ന് കച്ചവടക്കാരനാണ്, കുറ്റവാളിയാണ്, അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നു എന്നാണ് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മയക്കുമരുന്ന് കച്ചവടം എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയായി ലോകത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു അന്വേഷണം വരികയും അതിൻ്റെ വേരുകൾ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയൊക്കെ ചെയ്താൽ ചിലപ്പോൾ ദാവൂദ് ഇബ്രാഹിം ഇതിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ പിടിക്കപ്പെടാവുന്നതാണ്.
ഇപ്പം വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ കേരളത്തെ എങ്ങനെയാണ് മയക്കുമരുന്ന് യുവാക്കളെ നശിപ്പിക്കുന്നതെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായി ഒരു പോഡ്കാസ്റ്റിൽ. അദ്ദേഹം പറഞ്ഞൊരു ആശങ്കയാണ്, ഒരു വെല്ലുവിളിയാണ്. പലപ്പോഴും ഈ ലഹരിയുള്ള പ്രതികളെ നമ്മൾ പിടിക്കുന്നുണ്ട്, അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്കിത് എവിടുന്ന് കിട്ടിയേ? ഈ ചങ്ങലയുണ്ടല്ലോ, ഈ ചങ്ങല പോയി ഇതിൻ്റെ പ്രധാന തലവനുണ്ടല്ലോ, ഈ തലവനെ പൊട്ടിക്കാനായിട്ട്, ആ സോഴ്സിനെ ടാപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അത് പറ്റാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം. സോഴ്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദാവൂദിനെ പോലുള്ള വലിയ ചീങ്കണ്ണികളാണ്. അതെ, ഈ അവരാണ് പക്ഷേ ലോകത്തെ നിയന്ത്രിക്കുന്നത്. വലിയ വലിയ മയക്കുമരുന്ന് കച്ചവടക്കാർ, വലിയ വലിയ ഡോണുകൾ. അതുകൊണ്ട് തന്നെ അവരിലേക്ക് ഈ അധികാരത്തിൻ്റെ കൈകളൊന്നും എതിരായി നീണ്ടിയില്ല. അധികാരം എപ്പോഴും അവരെയൊക്കെ തലോടിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവരിൽ നിന്നൊക്കെ വാങ്ങുന്ന പണമാണ് ഇവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനായിട്ട് വേണ്ടി വരുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളിലേക്ക് അന്വേഷണം ചെല്ലുകയോ അവർ പിടിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇവിടെ ഇന്ത്യൻ ഭരണകൂടം എന്ന് പറയുന്നതിൽ ഉള്ള ഒരു RSS എലിമെൻ്റ് ഉണ്ട് ശരിക്കും. അവർക്ക് പക്ഷേ ദാവൂദിനെ പിടിക്കണം എന്നതിനായിരിക്കും താല്പര്യമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഉള്ള പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചാൽ ചിലപ്പോൾ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമായെന്നിരിക്കാം. നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ദാവൂദിനെ എവിടെന്നെങ്കിലും കണ്ടെത്തുകയും പിടികൂടുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു അഭിമാന പ്രശ്നമാണ്. അങ്ങനെ വരുന്ന സമയത്ത് അതിനുള്ള പോസിബിലിറ്റീസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ചിലപ്പോൾ കണ്ടെത്താം, വരും ദിവസങ്ങളിൽ അത്തരം വാർത്തകൾ നമ്മൾ കേട്ടേക്കാം, പിടിക്കപ്പെടാം.